എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ യു ഡി എഫുകാരോട് പറയട്ടെ, മെയ് 4-ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അത് യു ഡി എഫിൻ്റെ ഒരു ഗുണവും പ്രവർത്തന മികവും കൊണ്ടല്ല എന്ന യാഥാർത്ഥ്യം യു ഡി എഫുകാരും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും യഥാർത്ഥത്തിൽ മനസ്സിലായിരിക്കണം. അതായത് സയനൈഡ് ഒഴിവാക്കാൻ ജനം പനാമറിനെ തിരഞ്ഞെടുത്തെന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ കാളകൂട വിഷം ഒഴിവാക്കാൻ വേണ്ടി ഫോർഡാനെ തിരഞ്ഞെടുത്തു. സത്യത്തിൽ രണ്ടും വിഷം തന്നെയാണ്. വേറെ ഒരു ഗതിയില്ലാത്തത് കൊണ്ട് ജനം ഇത് തിരഞ്ഞെടുത്തു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഒരു മുതുപിശാചിനെ ഒഴിവാക്കാൻ വേണ്ടി വേറൊരു പിശാചിനെ തിരഞ്ഞെടുത്തു എന്ന് മാത്രം. അതാണ് യാഥാർത്ഥ്യം, അല്ലാതെ പ്രവർത്തന മികവ് കൊണ്ടൊന്നുമല്ല. ഞാനിത് പറയുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് തൊട്ട് മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടി തുടങ്ങി എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. സോഷ്യൽ മീഡിയ പറയുന്നതിനകത്ത് ഒരു ശകലം നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പങ്കില്ലാതെ ഒന്നും ഇതുപോലെ ദിവസവും വരികയില്ല. കേസി വരും, വീടി വരും, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും വരുന്നതിനകത്ത് നേതാക്കന്മാർക്ക് പങ്കില്ലായി ഒന്നുമില്ല. അത് നമ്മളിവിടെ അരിയാഹാരം കഴിക്കുന്നവരൊക്കെ മനസ്സിലാക്കണം. എം പിമാർ മത്സരിക്കുന്നില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഒരു എം പിയെയും കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കരുതെന്ന് ഹൈക്കമാൻഡിനോട് പറയാൻ ആഗ്രഹിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അനിയത്തിയെ കാണിച്ച് കല്യാണം ഉറപ്പിച്ചിട്ട് ചേട്ടത്തിയെ കൊണ്ടുവന്ന് കെട്ടിക്കുന്ന പരിപാടിയല്ല ഇപ്പോൾ ഈ കാണിക്കുന്നത് ഹൈക്കമാൻഡ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ. അതുകൊണ്ട് ഒരു കാരണവശാലും കെ സി വേണുഗോപാലിനെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കരുത്. അതിൻ്റെ പല കാരണമുണ്ട്. ഒന്ന്, ഡൽഹിയിൽ ഇന്ന് കോൺഗ്രസിനെ ഇതുപോലെ മുടിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കെ സി വേണുഗോപാലനാണെന്നുള്ളത് ആ പൊട്ടൻചെറുക്കൻ ഒഴിച്ച് ബാക്കി കേരളത്തിലുള്ള സകല യഥാർത്ഥ കോൺഗ്രസ്സുകാർക്കും അറിയാം. ഡൽഹിയിലിരുന്ന് കോൺഗ്രസിനെ ഇതുപോലെ മുച്ചൂടും മുടിപ്പിച്ചത് ആ ഡി കെ ശിവകുമാറിനെയോ ശശി തരൂരിനെ പോലെയുള്ളവരെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടതിന് ഒരു പടുകളവനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അത് മുഴുവൻ മുടിച്ച് തേച്ച് കഴുകി കളഞ്ഞതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഈ കെ സി വേണുഗോപാലിനെയാണ്. ഉറപ്പായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസ് കൂടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ തകർത്ത് കളയാനാണെങ്കിൽ മാത്രമേ കെ സി വേണുഗോപാലിനെ കേരള മുഖ്യമന്ത്രിയാകാൻ കൊണ്ടുവരാവൂ. സാധാരണ സംസ്ഥാനത്ത് കുറച്ചു കാലം നിന്നിട്ട് കേന്ദ്രത്തിലോട്ട് പോകുന്നതാണ് പതിവ്. ഇതിപ്പോൾ കെ സി വേണുഗോപാലാണ് വരുന്നെങ്കിൽ ഡൽഹി കിടന്ന് കളിച്ചിട്ട് താഴോട്ട് വരിക, പടവലങ്ങ പോലത്തെ വികസനം. ഇനി അടുത്തത് വി ഡി സതീശൻ. കേരളം ഇന്നത്തെ രീതിയിൽ തകർന്ന് തരിപ്പണമായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, സകല മേഖലയിലും മൂച്ചൂടും മുടിച്ചതിൻ്റെ ഉത്തരവാദിത്തം എൽ ഡി എഫ് ഗവൺമെൻറ്റിനാണെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ വി ഡി സതീശനാണ്. കാരണം കഴിഞ്ഞ 5 വർഷം എൽ ഡി എഫ് കാണിച്ച സകല കൊള്ളരുതായിക്കും കൊടി പിടിച്ചു കൊടുത്തത് വി ഡി സതീശനാണ്. ഒന്നിനും പുള്ളിക്ക് എതിരില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ അവിടെ ചെല്ലുമ്പം ബൈബിൾ പ്രസംഗിക്കും, ഹിന്ദുക്കളുടെ അവിടെ ചെല്ലുമ്പം രാമായണം പ്രസംഗിക്കും, മുസ്ലിങ്ങളുടെ അവിടെ ചെല്ലുമ്പോൾ ഖുറാൻ പ്രസംഗിക്കും. ഇങ്ങനെ മതപണ്ഡിതനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്നല്ലാതെ പുള്ളിക്കാരൻ ഒരു തർക്കം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങേര് മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ ഈ കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന സാഹചര്യങ്ങൾ പേര് മാറി നടക്കുന്നേ ഉള്ളൂ. പഴയ മദ്യം പുതിയ, അല്ലെങ്കിൽ പഴയ വീഞ്ഞ പുതിയ കുപ്പി, അല്ലാതെ ഒരു മാറ്റവും പോകുന്നില്ല. ശരിക്കും കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന പല കാര്യങ്ങളും വെളിച്ചത്ത് വരണമെങ്കിൽ കെ സുധാകരൻ മുഖ്യമന്ത്രിയായിട്ട് വരണം. പക്ഷേ അയാൾക്ക് ആരോഗ്യസ്ഥിതിയിലും മോശമാണെന്ന് തോന്നുന്നു. അത് തന്നെയല്ല, എം പിമാർ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിവാക്കിയിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിട്ടും വന്നാൽ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരാനോ ചർച്ച ചെയ്യാനോ അത് സമരമുഖത്തേക്ക് കൊണ്ടുവരാനോ ഒക്കെ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ വി ഡി സതീശൻ വന്നപ്പോഴത്തേനും ഒന്നിനും ഇങ്ങനെയില്ലെന്നായി. അതായത് ഒരു സംസ്ഥാനം തകർന്നു പോയപ്പോൾ, അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മകളെ അവരപ്പം കൊണ്ട് എവിടെയെങ്കിലും മോശമായ വഴിയിലോട്ട് വിട്ടാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരമ്മ അപ്പനേക്കാളും വലിയ കുറ്റക്കാരനാണ്. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു വി ഡി സതീശൻ്റെ. അതുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു, ഈ പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വന്നില്ല, ഞാൻ വനവാസത്തിന് പോകുന്നു. യു ഡി എഫ് അധികാരത്തിന് പോയാൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദിത്വം എടുത്തിട്ട് നിങ്ങൾ ഈ ഭരണത്തിനകത്ത് കയറാതെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നും ആകാതെ വെളിയിൽ നിന്ന് മാന്യമായിട്ട് ഇതിനെ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകണം എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യം. പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ. അതേസമയത്ത് നിങ്ങൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിക്കുന്നവരുടെ പുറകിലുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി പിടിവലി നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞതൊന്നും യാതൊരു വിധത്തിലും സത്യമല്ലെന്ന് കേരളത്തിലെ ജനം മനസ്സിലാക്കും. ഇനി എം പിമാരെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ
ആ രാഹുൽ ഗാന്ധി ഡൽഹി കൂടെ ചുമ്മാ തേരാപ്പാരാ നടപ്പുണ്ടല്ലോ, ഒരു പ്രയോജനമില്ല. അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ്സുകാർ ഒരടിയും വെക്കുകയല്ലോ, എല്ലാവരും ഒതുങ്ങല്ലേ. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു വനിത മുഖ്യമന്ത്രിയാകണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധി ഉണ്ടല്ലോ, അവരെ അങ്ങോട്ട് മുഖ്യമന്ത്രിയാക്കട്ടെ. എന്നാൽ ജനത്തിനോട് നിങ്ങൾ പറഞ്ഞത് ഇതൊന്നുമല്ല. ജനം കണ്ടത് ഇവിടെ മത്സരിച്ച ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നതാണ് ജനത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അതുകൊണ്ട് ഇതൊരു അടിയുടെ വിഷയത്തിലേക്ക് കൊണ്ടുപോകാതെ ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് വരുന്ന ഒരു സാഹചര്യം ആണ് എങ്കിൽ കേരളത്തിന് ഗുണമായിരിക്കും എന്ന് അനേകർ സംസാരിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങളുടെ അടിത്തട്ടിലുണ്ട്. ഞാൻ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടില്ല, തിരുവഞ്ചൂരിനെ കണ്ടിട്ടില്ല, VD സതീശനെ കണ്ടിട്ടില്ല, K സുധാകരനെ കണ്ടിട്ടില്ല, KC വേണുഗോപാലിനെ കണ്ടിട്ടില്ല, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും TV യിലല്ലാതെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ ആരെയും കണ്ടിട്ടൊന്നും പറഞ്ഞതല്ല, യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ശരിക്കും കേരളത്തിൽ മുന്നിലോട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, പിന്നെ ഇവിടെ നടന്ന അഴിമതികൾ, പിന്നെ ഇവിടെ നടന്നുള്ള വെട്ടിപ്പുകൾ, തട്ടിപ്പുകൾ എല്ലാം പിടിച്ചെടുക്കണമെങ്കിൽ K സുധാകരനെ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം. എന്നാൽ VD സതീശനെ പോലെ ഒരു മുഖ്യമന്ത്രി വന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ പെരുമഴയായിരിക്കും നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പിണറായി വിജയനോടും മരുമോനോടും ചോദിക്കുക, UDFന് അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവർ ഉറപ്പായിട്ടും VD സതീശൻ്റെ പേര് പറയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 5 വർഷം തുടർന്ന് വന്ന ഒരു പരസ്പര സഹകരണ സഹായ സംഘം അത് മുന്നോട്ട് ഡീസൻ്റായിട്ട് പോകും. അത് മുന്നോട്ട് ഡീസൻ്റായിട്ട് പോയാൽ കേരളത്തിന് ഗതി ഉണ്ടാവുകയില്ല. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊണ്ടത് മാത്രം മിച്ചമായി മാറും. ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. വന്ന രീതി തന്നെ മുന്നോട്ട് പോകും. ഈ കട്ടുമുടിച്ചവർ നമ്മുടെ ഈ കട്ടുമുടിച്ച് നശിപ്പിച്ച സാഹചര്യങ്ങൾ, ഇവിടുന്ന് നാട് വിട്ടുപോയ യുവാക്കൾ, ഈ വെള്ളപ്പൊക്ക ദുരന്തം വരെ ഉണ്ടാക്കിയവർ, ചെറുപ്പക്കാരെ എല്ലാം ഓടിച്ചു വിട്ടവർ, ഈ പിൻവാതിൽ നിയമനങ്ങൾ, ഇല്ലീഗൽ ബിസിനസ്സുകൾ, ബാങ്ക് പൊട്ടിച്ചവർ, സ്വർണ്ണക്കൊള്ള നടത്തിയവർ, ഇവരെല്ലാം പഴയതുപോലെ ഇവിടെ കിടന്ന് വിലസും. നാടിന് ഒരു മാറ്റം ഉണ്ടാകുകയില്ല. അതായത് വോട്ട് ചെയ്ത മലയാളി ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ UDF വീണ്ടും അധികാരത്തിൽ, അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അത് UDFൻ്റെ ഒരു ക്വാളിറ്റിയും കണ്ടിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനം ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയട്ടെ, പാർട്ടി UDFകാരോട് പറയട്ടെ, MP മാരെ ചുമന്നുകൊണ്ട് വന്ന് ഇവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. KC വേണുഗോപാലിനോട് പറയട്ടെ, നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് തകർത്ത് കളയുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക. അതല്ലെങ്കിൽ നിങ്ങൾ ഡൽഹി തന്നെ വീണ്ടും തകർത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചെയ്യുന്ന പരിപാടി അവിടെയുള്ളത് വീണ്ടും മുച്ചൂടും മുടിച്ച് കളയുക. VD സതീശനോട് പറയട്ടെ, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ ചരട് വലിക്കരുത്, അങ്ങനെ ജനത്തിനെ പരിഹസിക്കരുത്. ഇത് ഈ പ്രാവശ്യത്തെ UDFൻ്റെ ഭരണം കേരളത്തിൽ പാളിയാൽ ഇനി UDFന് കേരളത്തിൽ ഒരു ഭാവിയില്ല. LDFനെ സംബന്ധിച്ച് അത് ഏതാണ്ട് തീർന്നു. ഇനി മുന്നിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ മലയാളിയൊക്കെ നിരന്തരം കളിപ്പിക്കുന്ന, കട്ട് തിന്ന് മുടിക്കുന്ന KV തോമസിനെ പോലെയുള്ള സാധനങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കണമെങ്കിൽ ഒരു നല്ല ഭരണം ഇവിടെ വരണം. 33 ലക്ഷം രൂപ വെച്ചാണ് മാസം അയാൾക്കൊക്കെ കൊടുക്കുന്നത്. അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കണമെങ്കിൽ നല്ല ഭരണം കേരളത്തിൽ വരേണ്ടതിന് നിങ്ങൾ നേതാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുന്ന അടിയും പിടിയും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് കേരളത്തിലെ ജനത്തിന് മുഴുവൻ ഒരു നിരാശയുണ്ടാക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, MP മാരെ ഒരുത്തനെയും ചുമന്നുകൊണ്ട് വന്ന് ഇവിടെ മുഖ്യമന്ത്രി ആക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.